ാണല്ലോ കിടക്കുന്നത്. ഇപ്പൊ നമ്മുടെ വണ്ടി ഇപ്പൊ റൈറ്റ് സൈഡിൽ ചേർത്ത് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ ഇവിടുന്ന് റിവേഴ്സ് ഗിയർ കൊടുത്തു, റൈറ്റ് സൈഡിൽ മിററിൽ നോക്കുന്നു. അതുമായിട്ട് ചേർന്നാണ് ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നത്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ്. അതായത് എല്ലാവർക്കും ഒരു വാഹനം മുൻപോട്ട് ഓടിക്കാൻ കഴിയും, എന്നാൽ റിവേഴ്സ് എടുക്കാൻ കൃത്യമായിട്ട് അറിയത്തില്ല. ഒരു മിററിൽ നോക്കി എങ്ങനെയാണ് കൃത്യമായിട്ട് ഒരു റിവേഴ്സ് എടുക്കുക, എവിടെയാണ് നമ്മൾ കൃത്യമായിട്ടും തെറ്റുകൂടാതെ വണ്ണം ഒരു റിവേഴ്സ് എടുക്കാൻ പഠിക്കേണ്ടത് എന്നതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയ കാര്യമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചും പറഞ്ഞും തരാൻ പോകുന്നത്. ഇന്ന് ക്ലാസ് നടക്കുന്നത് വയനാട് റിപ്പൺ, കൽപ്പറ്റ റിപ്പൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നിങ്ങൾക്ക് ഇതുപോലെ വാഹനം ഇതുപോലെ റിവേഴ്സ് എടുക്കുന്നതും അതുപോലെ തന്നെ കയറ്റുന്നതും എടുക്കാനും അതുപോലെ തന്നെ വാഹനം കൃത്യമായിട്ട് റോഡിലൂടെ ഓടിക്കാനും ഒക്കെ പേടിയാണ്. വാഹനം ഓടിക്കണമെന്ന് അതിയായ ആഗ്രഹമുള്ളവരാണ്. അങ്ങനെയാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. ഇതൊരു വൺ ഡേ ട്രെയിനിങ് ക്ലാസ് ആണ്. ഈ ഒരു ക്ലാസ് വരുന്ന ദിവസം തനിയെ വാഹനം ഓടിക്കാനുള്ള ട്രിക്കുകളും ടിപ്സുകളാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞു തരാൻ പോകുന്നത്. അവർക്ക് ഒരു വാഹനം മുൻപോട്ട് ഓടിക്കാൻ കഴിയും, എന്നാൽ റിവേഴ്സ് എടുക്കാൻ കൃത്യമായിട്ട് അറിയത്തില്ല. ഒരു മിററിൽ നോക്കി എങ്ങനെയാണ് കൃത്യമായിട്ട് ഒരു റിവേഴ്സ് എടുക്കുക, എവിടെയാണ് നമ്മൾ കൃത്യമായിട്ടും തെറ്റുകൂടാതെ വണ്ണം ഒരു റിവേഴ്സ് എടുക്കാൻ പഠിക്കേണ്ടത് എന്നതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയ കാര്യമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചും പറഞ്ഞും തരാൻ പോകുന്നത്. നിങ്ങൾക്ക് അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. മിററിൽ നോക്കി കൃത്യമായിട്ട് നമുക്കൊരു വാഹനം റിവേഴ്സ് എടുക്കാൻ പഠിച്ചാൽ നമുക്ക് മുൻപോട്ട് ഓടിക്കാൻ പോലും നല്ല ഒരു കോൺഫിഡൻസ് നമുക്ക് റോഡിൽ കിട്ടുന്നതായിരിക്കും. അപ്പൊ നമ്മളെ മിററിൽ നോക്കാതെ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ റിവേഴ്സ് എന്ന് പറയുമ്പോഴേ ഓപ്പോസിറ്റ് എന്നാണ്. അപ്പൊ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ മുൻപോട്ടാണ് നമ്മുടെ കണ്ണിരിക്കുന്നത്, നമുക്ക് തിരിഞ്ഞു നോക്കിയിരുന്ന് ഓടിക്കാൻ കഴിയില്ല. അതേ സമയത്ത് നമ്മൾ റിവേഴ്സ് എടുക്കുമ്പോൾ നമുക്ക് മിററിൽ നോക്കിയാലേ ബാക്കിൽ എന്താണെന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് മിററിൽ നോക്കി എങ്ങനെയാണ് കൃത്യമായിട്ട് സ്റ്റിയറിംഗ് ഏത് ഭാഗത്തേക്കാണ് തിരിക്കുന്നത് കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽ ആയ കാര്യമാണ്. നമ്മൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, യൂട്യൂബ് വഴിയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഞാൻ പുതിയതായിട്ട് തുടങ്ങുന്നത്, അതുവഴിയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, മറ്റുള്ളവർക്കും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്തു. കാരണം ലൈസൻസ് വാഹനം വീട്ടിലുണ്ടായിട്ടും സ്വന്തം വാഹനത്തിൽ കയറിയതൊന്നും സ്റ്റാർട്ട് ചെയ്യാൻ പോലും അറിയാത്ത പല ആൾക്കാരും ഉണ്ടാകും നമ്മുടെ ചുറ്റുപാടും നമുക്കറിയാവുന്ന വിധത്തിൽ. അവർക്കൊക്കെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് ഒന്ന് ഷെയർ ചെയ്ത്. അപ്പൊ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, നമ്മൾ വാഹനത്തിൽ കയറി ഇരുന്നിട്ട് നമ്മൾ വാഹനത്തിന്റെ സീറ്റ് ഭാഗങ്ങളൊക്കെ ക്ലിയർ ആക്കി വെക്കുക. ഞാൻ അതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയാണ് ഒരു വാഹനത്തിൽ കയറി സീറ്റ് ക്ലിയർ ചെയ്യേണ്ടതിനെ പറ്റിയൊക്കെ. അപ്പൊ അതുകൊണ്ട് ഈ ഒരു റിവേഴ്സിനെ പറ്റിയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നില്ല. എന്റെ സീറ്റ് ഞാൻ ക്ലിയർ ആണ്. ഞാൻ എന്ത് ചെയ്തു, ബ്രേക്കിലും ക്ലച്ചിലും ചവിട്ടി ന്യൂട്രലാക്കി വാഹനം സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ആ സീറ്റിനനുസരിച്ച് എന്ത് ചെയ്യണം, നമ്മുടെ രണ്ട് സൈഡിലെ മിററുകളും ക്ലിയർ ആക്കി വെക്കുക. ഇപ്പൊ എനിക്ക് കറക്റ്റ് ആയിട്ടാണ് ഞാൻ രണ്ട് സൈഡിലെ മിററുകൾ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ മിറർ എങ്ങനെയാണ് ക്ലിയർ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ജോ ഡ്രൈവിംഗ് എന്ന യൂട്യൂബ് ചാനൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോസ് കയറി കാണുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കാകും. അപ്പൊ നമ്മുടെ രണ്ട് സൈഡിലെ മിററുകൾ എന്തിനാണ് ഈ സീറ്റ് അനുസരിച്ച് ക്ലിയർ ആക്കി വെക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു വാഹനം റിവേഴ്സ് ആണ് എടുക്കുന്നത്. പലരും കണ്ടിട്ടില്ല, എന്താണ് ഇങ്ങനെ എത്തി നോക്കുന്നു, അതുപോലെ തന്നെ ഇങ്ങനെ തല ഇങ്ങനെയൊക്കെ ഇട്ട് നോക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് നമുക്ക് ഈ പെഡലിക്ക് വേന ഉണ്ടാകാനുള്ള കാരണം, ഈ ഒരു രീതിയിലൊക്കെ ഇങ്ങനെ നോക്കുന്നത് കൊണ്ടാണ്. അപ്പൊ നമ്മൾ ഇരിക്കുന്ന ഇരിപ്പിനനുസരിച്ച് തന്നെ നമ്മൾ ഈ ഒരു മിറർ രണ്ടും ക്ലിയർ ആക്കി വെച്ചാൽ നമുക്ക് തല എന്ത് ചെയ്താൽ മതി, ഈ ഒരു രീതിയിൽ ഇങ്ങനെ നോക്കിയാൽ മിറർ ക്ലിയർ അല്ലെങ്കിലോ നമ്മുടെ നോട്ടം തന്നെ മാറിപ്പോ. കണ്ടില്ലേ, ഈ ഒരു രീതിയിലൊക്കെ ആകുമ്പോൾ നമുക്ക് പെഡലിക്ക് വേനയൊക്കെ ഉണ്ടാകും, നമുക്ക് ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. കൃത്യമായിട്ട് ഈ ഒരു നോട്ടം വരുമ്പോൾ തന്നെ തുടക്കത്തിൽക്കാർക്കാകുമ്പോൾ എന്ത് ചെയ്യും, അവരുടെ ക്ലച്ചിന്റെ കൺട്രോളുകൾ കിട്ടത്തില്ല, സ്റ്റിയറിംഗ് എങ്ങോട്ടാണ് തിരിക്കേണ്ടെന്നൊരു ബോധ്യമൊന്നും കിട്ടുകയാണ്. നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ വെച്ചാൽ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയും. എന്റെ മിററും ഞാൻ ക്ലിയർ ചെയ്തു. മിററും ക്ലിയർ ചെയ്ത് നമ്മുടെ വാഹനം റിവേഴ്സ് വേണ്ടി എന്ത് ചെയ്യണം, നമ്മൾ റിവേഴ്സ് ആണെന്ന് കൃത്യമായിട്ട് ബോധ്യം വരുത്തുക. റിവേഴ്സ് ഗിയർ ആണെന്ന് കൃത്യമായിട്ട് ബോധ്യം വരുത്തിയതിനു ശേഷം നമ്മൾ ഹാൻഡ് ബ്രേക്കും മാറ്റി. അപ്പൊ നമ്മൾ റിവേഴ്സ് എടുക്കുമ്പോൾ എപ്പോഴും നമുക്കൊരു ലക്ഷ്യം ഉണ്ടായിരിക്കണം. റിവേഴ്സ് എടുക്കുമ്പോൾ നമ്മൾ ലക്ഷ്യമില്ലാതെ എന്ത് ചെയ്യരുത്, റിവേഴ്സ് എടുക്കരുത്. ഇപ്പോൾ ഞാൻ ഈ ഒരു മിററിൽ, അതായത് റൈറ്റ് സൈഡിലെ മിററിൽ നോക്കിയാണ്. അപ്പൊ നിങ്ങൾ എടുക്കേണ്ടതും ചെയ്യേണ്ടതും പഠിക്കേണ്ടതും റിവേഴ്സ് എടുക്കാൻ പഠിക്കേണ്ടത് എങ്ങനെയായിരിക്കണം, ഇതുപോലെ നല്ല സ്പ്ലെയിനായ സ്ഥലത്തോ നല്ല വീതിയുള്ള സ്ഥലത്തോ ഗ്യാപ്പ് ഉള്ള സ്ഥലത്തോ സ്ട്രെയിറ്റ് ആയിട്ട് നിങ്ങൾ ആദ്യമേ എടുത്ത് പഠിക്കാൻ ശ്രമിക്കുക. നമുക്ക് തന്നെ അറിയാം, റിവേഴ്സ് എന്ന് പറയുമ്പോഴേ ചെറുതായിരിക്കും, അതുപോലെ തന്നെ ഇടത്തോട്ടും വലത്തോട്ടൊക്കെ ഇടുങ്ങിയ സ്ഥലത്തായിരിക്കും. സ്പേസ് ഉണ്ടാകും, നമുക്ക് റിവേഴ്സ് എടുക്കേണ്ട കാര്യം വരുന്നില്ല. അതേസമയത്ത് സ്പേസ് കുറവാണ് റിവേഴ്സ്. അപ്പൊ എങ്കിലും നമുക്ക് പഠിക്കേണ്ടത് എങ്ങനെയായിരിക്കണം, ഇതുപോലെ സ്പേസ് ആയിട്ടുള്ള സ്ഥലത്ത് നേരെ എടുത്ത് വന്നാൽ നമുക്ക് എങ്ങോട്ടൊക്കെയാണ് വരേണ്ടതെന്നുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകത്തുള്ളൂ. ഇപ്പൊ നിങ്ങൾ ആ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ആ പട്ടിക്കൂടിന്റെ ഗേറ്റ് കാണുക വേണം, അതിനോട് ചേർന്ന് വേണം. ഇപ്പൊ നമുക്ക് സ്വല്പം ഗ്യാപ്പിലാണ് നിൽക്കുന്നത്, കണ്ടല്ലേ. അപ്പൊ എനിക്ക് അങ്ങോട്ട് അടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ നോക്കി, ഞാൻ ഈ ഡ്രൈവിംഗ് സീറ്റ് ചെയ്യുന്നുണ്ട്, റൈറ്റ് സൈഡിലോട്ടാണ് തിരിച്ചു കൊടുത്തത്. കണ്ടാ, റൈറ്റ് സൈഡിലോട്ട് തിരിച്ചു കൊടുത്തിട്ട് ബ്രേക്കിൽ നിന്ന് പതിയെ മാറ്റി എന്ത് ചെയ്യണം, ക്ലച്ചിൽ നിന്ന് മെല്ലെ എടുത്ത് നോക്കുക. കണ്ടാ,
പതിയെ ബാഗിലോട്ട് വരുന്നുണ്ട്. നമുക്ക് ആ ബാഗ് ഭാഗം അടുക്കുന്നുണ്ട്. നിങ്ങൾ ഇറങ്ങി ഈ എടുത്ത് അനങ്ങി വരുമ്പോൾ നിങ്ങൾ പിന്നെ എന്ത് ചെയ്യരുത്, തിരിക്കരുത്. അതുകൊണ്ടാണ് ഓവറായി പോകുന്നത്. ഇപ്പൊ എനിക്ക് ആ ഒരു ലൈൻ കണ്ടാ മതി. എന്ത് ചെയ്തു, ഞാൻ അവിടെ നിർത്തി വീല് നേരെയാക്കി കൊടുത്തു. കണ്ട, എന്നിട്ട് ആ ഒരു ഗ്യാപ്പിൽ തന്നെ കൃത്യമായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇതുപോലെ എടുക്കാം. എനിക്കിപ്പം കണ്ട അതിന്റെ അകത്തൂടെ, അതായത് പട്ടിക്കൂടിന്റെ വെളിയിലൂടെയാണ് പോകേണ്ടത്. എനിക്കിപ്പോ ഈ മിററിൽ കൂടെ നോക്കുമ്പോൾ ആ ഗ്യാപ്പ് കാണുന്നില്ല. അപ്പൊ ആ ഗ്യാപ്പ് കാണാൻ എങ്ങോട്ട് ഓടിക്കണം, ലെഫ്റ്റിലേക്ക് തന്നെ ഓടിക്കണം. നമ്മൾ നോക്കുന്ന മിറർ ഏതാ, റൈറ്റ് സൈഡിലെ മിററാണ്. അപ്പൊ നമുക്ക് കാണത്തില്ലെങ്കിൽ നമ്മൾ നോക്കുന്ന മിററിന്റെ ഓപ്പോസിറ്റ് തിരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, നമ്മൾ ബാക്കിലേക്ക് എടുക്കുക. കണ്ടാ, ബാക്കിലേക്ക് എടുത്തു കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ഗ്യാപ്പ് കിട്ടും. കണ്ടാ, ആ ഗ്യാപ്പ് കിട്ടിയതിന് ശേഷം വീണ്ടും നമ്മൾ ബാക്കിലേക്ക് പോയാൽ എന്ത് സംഭവിക്കും, ഇതുപോലെ അങ്ങ് ഗ്യാപ്പിൽ അങ്ങ് പോകും. നമുക്ക് എത്രത്തോളം നമുക്ക് ഗ്യാപ്പ് വേണോ അത്രത്തോളം ആയി കഴിയുമ്പോൾ എന്ത് ചെയ്യാം, വീല് വീണ്ടും നമ്മൾ തിരിച്ച് മറിച്ചൊടിക്കണം. മറിച്ചൊടിച്ചാൽ മാത്രമേ എന്ത് ചെയ്തുള്ളൂ, വാഹനം നമുക്ക് ആ ലെഫ്റ്റ് സൈഡിലോട്ട് അധികം പോകാതെ ഈ ഒരു ഭാഗത്ത് തന്നെ നേരെ തന്നെ നമുക്ക് എടുക്കാൻ സാധിക്കുകയുള്ളൂ. കണ്ട, കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്തു, ഇങ്ങനെ തന്നെ നമുക്ക് എടുക്കാൻ സാധിക്കും. കണ്ടില്ലേ, ഞാൻ ആ ഒരു കാർ പാർക്കിംഗ് ഉണ്ട്. ആ കാർ പാർക്കിങ്ങിനകത്ത് ഞാൻ കൃത്യമായിട്ട് എങ്ങനെയാണ് കയറ്റി കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാകും. ഓക്കെ, അപ്പൊ നമുക്കിപ്പോ നമുക്ക് ഈ കാർ പാർക്കിനകത്ത് കയറണം. ഇപ്പൊ നമുക്ക് ഏത് ഭാഗത്താണോ നമ്മൾ ചേർന്ന് പോകാൻ ഉദ്ദേശിക്കുന്നത് ആ സൈഡിലെ മിററി വേണം എന്ത് ചെയ്യാൻ, നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഈ ലെഫ്റ്റ് സൈഡിൽ ഈ ഒരു സൈഡിൽ ചേർന്ന് പോകുമ്പോൾ കണ്ടില്ലേ, അതിന്റെ ഉള്ളിലായിട്ട് ഒരു ഡെസ്ക് ഇരിപ്പുണ്ട്. അപ്പൊ നമ്മൾ ആ ഒരു ഭാഗത്ത് ചേർന്ന് പോകണേ എന്ത് ചെയ്യണം, നമ്മൾ ലെഫ്റ്റ് സൈഡിലെ മിററിൽ തന്നെ നോക്കണം. ആ ലെഫ്റ്റ് സൈഡിലെ മിററിൽ തന്നെ നോക്കിക്കൊണ്ട് അതുമായിട്ട് ചേർന്ന് തന്നെ പോകണം. അപ്പൊ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഗ്യാപ്പ് ഉണ്ടാകും. നമുക്ക് കണ്ടില്ലേ, നമ്മൾ ആ നോക്കുന്ന ഭാഗത്ത് എന്ത് ചെയ്യരുത്, ഗ്യാപ്പ് ഇടരുത്. നമുക്ക് കറക്റ്റായിട്ട് ഈ ഒരു വാഹനം ഇങ്ങനെ നമുക്ക് കയറാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ നമുക്ക് ഇപ്പൊ അഥവാ നമുക്കിപ്പോ ഫുള്ളായിട്ട് നമുക്ക് നമ്മുടെ ലക്ഷ്യസ്ഥാനം കാണുന്നില്ല, എന്ത് ചെയ്തു, വണ്ടി ഇങ്ങോട്ടേക്ക് പോകുന്ന ലെഫ്റ്റിലോട്ട് പോകുന്ന കൂട്ടിക്കും. അപ്പൊ ഞാൻ ഏത് മിററിലാണ് നോക്കുന്നത്, ലെഫ്റ്റ് സൈഡിലെ മിററിലാണ് നോക്കുന്നത്. അപ്പൊ എനിക്കത് കാണാൻ വേണ്ടി എങ്ങോട്ട് തിരിക്കണം, റൈറ്റിലേക്ക് നോക്കുന്ന മിററിന്റെ ഓപ്പോസിറ്റ് തിരിക്കുക. എത്രയും വേഗം നമ്മളത് കാണിക്കുക എന്നുള്ളത്. അതിലത് സ്വല്പം മാത്രമായിട്ട് നിങ്ങൾ തിരിക്കരുത്. അപ്പൊ ഞാൻ പതുക്കെ ബാഗിലേക്ക് എടുക്കുക. കണ്ട, അപ്പൊ പതുക്കെ ബാഗിലേക്ക് എടുക്കുമ്പോൾ കൃത്യമായിട്ട് നമുക്കത് ആ ഒരു വിഷ്വൽ കാണുന്നതിനും വരെ നമ്മൾ ബാക്കിലേക്ക് പോവുക. വിഷ്വൽ കറക്റ്റായിട്ട് കണ്ടു എന്ന് കണ്ടു കഴിയുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ വീല് കറക്റ്റായിട്ട് നേരെയാക്കി പോവുക. കണ്ടല്ലേ, അപ്പൊ ആ ഒരു ഗ്യാപ്പിൽ കൂടെ തന്നെ അപ്പൊ നമുക്ക് നമ്മൾ നോക്കുന്ന സൈഡിൽ തന്നെ ചേർത്ത് തന്നെ കൃത്യമായിട്ട് പോയി കഴിഞ്ഞാൽ അങ്ങേ സൈഡ് കറക്റ്റായിട്ട് ഒരു ഗ്യാപ്പ് ഉണ്ടാകും. കണ്ടില്ലേ, കണ്ട് ഈ ഒരു ഭാഗത്ത് കണ്ടില്ലേ, നല്ല ഗ്യാപ്പ് ഉണ്ട്. ഞാനിപ്പോ ഈ സൈഡ് ചേർന്ന് പോകുന്നതുകൊണ്ട് ആ ഒരു സൈഡ് ഗ്യാപ്പ്. ഇപ്പൊ നമ്മൾ നോക്കുന്ന സൈഡ് ഇപ്പം ഗ്യാപ്പിലാ പോകുന്നതെങ്കിലോ, ഇപ്പൊ കണ്ടില്ലേ, ഞാനിപ്പോ ഈ ലെഫ്റ്റ് സൈഡിലെ മിററിലാണ് നോക്കുന്നത്. ഈ ലെഫ്റ്റ് സൈഡിലെ മിറർ നോക്കുമ്പോൾ അവിടെ ഗ്യാപ്പിലേക്കാ പോകുന്നത്. എന്ത് സംഭവിക്കും, നമ്മൾ ഇങ്ങ സൈഡ് എന്ത് ചെയ്യും, ഡേഞ്ചർ ആകും. കേട്ടാ, അപ്പൊ നമ്മൾ നോക്കുന്ന സൈഡ് എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ ആ നോക്കുന്ന സ്ഥാനത്തെ തന്നെ നോക്കിക്കൊണ്ട് അവിടെ നിന്ന് ഗ്യാപ്പ് വരാതെ അവിടെ ചേർത്ത് നമ്മുടെ ലക്ഷ്യസ്ഥാനം ഫുള്ളായിട്ട് കാണുകയും വേണമെന്നാ ഒരുപാട് ഗ്യാപ്പ് എന്ത് ചെയ്യരുത്, ആകാതെ കൃത്യമായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇത് കണ്ട കൃത്യമായിട്ട് നമുക്ക് ഒരു വാഹനം ഇതേപോലെ നമുക്ക് കണ്ടാ ചേർത്ത് തന്നെ കൃത്യമായിട്ട് പാർക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പം ഞാൻ റൈറ്റ് സൈഡും അതുപോലെ തന്നെ ചേർത്ത് കാണിച്ചു തരാം. ഇപ്പൊ ഈ ഒരു വണ്ടി ഈ ഒരു ഭാഗത്ത് ചേർന്നാണല്ലോ കിടക്കുന്നത്. ഇപ്പൊ നമ്മുടെ വണ്ടി ഇപ്പൊ റൈറ്റ് സൈഡുമായിട്ടാണ് ചേർത്ത് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇത് കണ്ടില്ലേ, അപ്പൊ നമ്മൾ ഇവിടുന്ന് റിവേഴ്സ് ഗിയർ കൊടുത്തു, റൈറ്റ് സൈഡിൽ ആ മിററിൽ നോക്കുന്നു. അപ്പൊ ഞാനിപ്പോ എന്ത് ചെയ്തു, ഞാൻ ആ ബാക്കിലത്തെ ഒരു ഇത് കണ്ടില്ലേ, കുറ്റി കണ്ടില്ലേ നീല, അതുമായിട്ട് ചേർന്നാണ് ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് അതുമായിട്ട് ചേർന്ന് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഭാഗത്ത് ഗ്യാപ്പ് ഉണ്ടാകും. അപ്പൊ ഇപ്പൊ നിങ്ങൾ കണ്ടല്ലേ, നമുക്ക് രണ്ട് സൈഡിലും കറക്റ്റായിട്ട് പാർക്ക് ചെയ്തത്. അപ്പൊ നമ്മൾ ഈ ഒരു ഭാഗം എന്ത് ചെയ്യരുത്, ഗ്യാപ്പ് ഇടരുത്. അപ്പൊ ഞാൻ ആ ഭാഗം തന്നെ ചേർത്ത് കൊടുക്കുന്നു. അത് നമ്മൾ എപ്പോഴും കണ്ട് വേണം പോകാൻ. കാണാതിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് മറച്ചുപിടിക്കുക. കണ്ടില്ലേ, ഇങ്ങനെ മറച്ചുപിടിക്കുക. കണ്ടു കഴിയുമ്പോൾ നേരെ ആയി കൊടുക്കുക. കണ്ടാ, നമ്മൾ അതുപോലെ ചേർന്ന് തന്നെ പോകണം. അപ്പൊ ഇങ്ങനെ സൈഡ് നമുക്ക് നോക്കേണ്ട കാര്യം പോലും വരുന്നില്ല. ഈ ഒരു ഭാഗത്ത് തന്നെ ചേർന്ന് അപ്പൊ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, മിററിൽ നിന്ന് കണ്ണു പോകാനേ പാടില്ല. എന്നാൽ നമുക്ക് നല്ല സ്റ്റിയറിംഗ് എങ്ങോട്ട് തിരിക്കണം, എത്രയും തിരിക്കണം, ഇത് ആലോചിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ വണ്ടി ഓഫായി ഇപ്പോൾ നമ്മുടെ വണ്ടി ബാക്കിലേക്ക് ഉരുണ്ടോണ്ടിരിക്കുവായിരിക്കും. ഇങ്ങനെ ലെഫ്റ്റോട്ട് തിരിച്ചു വെച്ചാൽ ആ ലെഫ്റ്റോട്ട് തന്നെ ഇങ്ങനെ മറിഞ്ഞ് പോലെ എന്ത് ചെയ്യും, അങ്ങ് പോവുകയും ചെയ്യും. കാരണം കൃത്യമായിട്ട് നമ്മൾ നോക്കുന്ന സൈഡ് ചേർത്ത് തന്നെ പോയി കഴിഞ്ഞാലാണ് കൃത്യമായിട്ട് നമുക്ക് ആ സൈഡ് തന്നെ ചേരുകയും ചെയ്യും. കൃത്യമായിട്ട് നമുക്ക് കാർ പാർക്ക് ചെയ്യാനും ഇതുപോലെ നമുക്ക് ചെയ്യാനും കഴിയുന്നത്. ഇങ്ങനെ കാണുന്ന വീഡിയോസ് കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടണമെങ്കിലും തനിയെ വാഹനം ഓടിക്കാൻ പേടി, വാഹനം ഓടിക്കുന്നത് ആരും അങ്ങനെയുള്ള കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല. നമ്മുടെ ചുറ്റും നോക്കി തന്നെ അറിയാം, 75 വയസ്സുള്ള അപ്പച്ചന്മാർ പോലും വണ്ടി ഓടിക്കുന്നത്. പിന്നെ നമുക്ക് എന്തുകൊണ്ട് ഓടിച്ചുകൂടാ? അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണം തന്നെ കോൺടാക്ട് ഇല്ലേ, ഇനി ഒരു വീഡിയോ ചെയ്യാമെന്ന് ആ കമന്റ് ബോക്സ് ഒന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആണെന്നുള്ള കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.